സ്റ്റാഫ് ഇഷ്യൂ കാരണം ബിസിനസ് ക്ലോസ് ചെയ്ത വ്യക്തി ആയതുകൊണ്ട് അവരായിട്ടുള്ള പൾസ് നമുക്ക് കിട്ടുവാണെങ്കിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഒരു ബിസിനസ് ഓണർക്ക്. എല്ലാ ഒരു ബിസിനസ് ഓണേഴ്സിനും അവരുടെ സ്റ്റാഫ് എന്താ ചിന്തിക്കുന്നത് എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ബിസിനസ്സിന് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. കാരണം ഞാൻ സ്റ്റാഫ് ഇഷ്യൂ കാരണം ബിസിനസ് ക്ലോസ് ചെയ്ത വ്യക്തി ആയതുകൊണ്ട് അവരായിട്ടുള്ള പൾസ് നമുക്ക് കിട്ടുവാണെങ്കിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഒരു ബിസിനസ് ഓണർക്ക്. അപ്പം നമ്മൾ ഇപ്പം അതിൻ്റെ പൈലറ്റ് മോഡ് കഴിഞ്ഞു ചില ഒരു ഇയറിലുള്ളൊരു മൂന്ന് കോഴ്സായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 3 സ്റ്റെപ്പായിട്ട്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഏത് സ്റ്റാഫ് എന്താണ് മാർക്ക് ചെയ്തേക്കുന്നോ അതൊന്നും ഓണർക്ക് അറിയത്തില്ല. കാരണം ഒരു അനോണിമസ് ആയിട്ടുള്ള ഒരാൾ അവരുടെ കമ്പനിയെ വിലയിരുത്തുന്ന രീതിയിൽ നമ്മളൊരു കൺസൾട്ടൻറ്റിനെ വിളിച്ചിട്ട് നമ്മൾ HR സിസ്റ്റം ഉണ്ടാക്കത്തില്ല. അപ്പം അത് വലിയൊരു കോസ്റ്റോട്ട് പോകുമായിരിക്കും. പക്ഷേ ഇതിനെ സംബന്ധിച്ചോളം ഈ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 50, 100, 1000 സ്റ്റാഫ് ഉണ്ടെങ്കിൽ പോലും അവർ പറയുകയാണ് എനിക്ക് സാലറി ഇഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് വർക്കിംഗ് അവേഴ്സ് കൂടുതലാണ്, വർക്ക് ലോഡ് കൂടുതലാണ്, അല്ലെങ്കിൽ ഇൻറ്റേർണൽ പൊളിറ്റിക്സ് ഉണ്ട്, ഇതിൻ്റെ എല്ലാം ഒരു ആവറേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം ഒരു കമ്പനി ഓണർ നോക്കുമ്പം ഇവിടെ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ പുള്ളിക്ക് മാനേജ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് സോൾവ് കറക്റ്റീവ് സ്റ്റെപ്സ് എടുക്കാനായിട്ട് അതിനുശേഷം ഒരു അടുത്ത ക്വാർട്ടർ ആകുമ്പോഴത്തേക്ക് അടുത്ത അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മാർജിൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കഴിഞ്ഞ ടൈമിൽ എത്ര ഉണ്ടായി, ഇത്തവണ എത്ര ഉണ്ട്, ഇതിങ്ങനെ സോർട്ട് ചെയ്ത് എടുത്ത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു MIS മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം കൊടുക്കുക എന്നുള്ളതാണ്.